പൊട്ടാസ്യം സയനൈഡ് എന്ന മാരക വിഷത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ രുചി എന്താണെന്ന് ആർക്കും അറിയില്ല. രുചിയറിയാനായി ഈ മാരക വിഷം മനുഷ്യന് കഴിച്ചു നോക്കാനും പറ്റില്ലല്ലോ. ഏതെങ്കിലും വിധേന ശരീരത്തിലെത്തിയാൽ ശ്വസനവ്യവസ്ഥയിലൂടെ കടന്ന് തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ വരെ നിർത്തലാക്കി മിനിറ്റുകൾക്കുള്ളിൽ ആളെ കൊല്ലുന്ന മാരക വിഷം. എന്നാൽ വളരെ യാദൃച്ഛികമായി സയനൈഡിൻ്റെ രുചി ലോകത്തെ അറിയിച്ച ഒരു മലയാളിയുണ്ട്. എറണാകുളം സ്വദേശിയായ പ്രസാദ് എന്ന സ്വർണ്ണപ്പണിക്കാരനാണ് ഈ മലയാളി. 2006 32 വയസ്സുകാരനായ പ്രസാദ് പാലക്കാടുള്ള ഒരു ഹോട്ടലിൽ വെച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. രാജസ്ഥാൻ സ്വദേശികളായ 2 പേരുമായി നടത്തിയ സ്വർണ്ണ ഇടപാടും അതിൽ നിന്നുണ്ടായ കടബാധ്യതയുമാണ് പ്രസാദിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. സ്വർണ്ണപ്പണിക്കാരനായതിനാൽ പ്രസാദിന് സയനൈഡ് വാങ്ങാൻ ലൈസൻസ് ഉണ്ടായിരുന്നു. അന്നേ വരെ സയനൈഡിൻ്റെ രുചി എന്താണെന്നറിയാത്ത ലോകത്തിന് അത് രുചിച്ച അനുഭവം എഴുതി വച്ചാണ് പ്രസാദ് മരിക്കുന്നത്. പ്രസാദിൻ്റെ ആത്മഹത്യാക്കുറിപ്പിലെ വരികൾ ഇങ്ങനെയായിരുന്നു: ഡോക്ടർമാരെ, ഞാൻ പൊട്ടാസ്യം സയനൈഡിൻ്റെ രുചി അറിഞ്ഞു. ഭയങ്കര പുകച്ചിലാണാദ്യം. വളരെ പതുക്കെ നാവെല്ലാം എരിഞ്ഞു പോകും. നല്ല കടുപ്പമാണ്. ഭയങ്കര ചവർപ്പാണ്. മദ്യത്തിൽ സയനൈഡ് കലർത്തിയപ്പോൾ അത് ലയിച്ചു ചേരാത്തതിനാൽ പേന കൊണ്ട് ഇളക്കാൻ നോക്കിയിരുന്നു പ്രസാദ്. എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആ പേന അബദ്ധത്തിൽ നാവിൽ മുട്ടിച്ചതായും കുറിപ്പിലുണ്ടായിരുന്നു. മരിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് ഇക്കാര്യം എഴുതി വയ്ക്കുകയായിരുന്നു. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ PB ഗുജറാളായിരുന്നു പ്രസാദിൻ്റെ മൃതദേഹ പരിശോധന നടത്തിയത്. സയനൈഡ് കലർന്ന മദ്യം കഴിക്കാതെ പേനത്തുമ്പിൽ നിന്നും വിഷം ഉള്ളിൽ ചെന്നതിനാൽ 1-2 മില്ലിഗ്രാം സയനൈഡ് മാത്രമേ ശരീരത്തിനകത്ത് പ്രവേശിച്ചിരുന്നുള്ളൂ. രുചി അറിയാൻ അത് മതിയായിരുന്നു. അതുകൊണ്ടാണ് അത് എഴുതാൻ കഴിഞ്ഞതും. പ്രസാദിൻ്റെ മരണശേഷം 15 വർഷങ്ങൾ കഴിഞ്ഞാണ് ഇക്കാര്യം ലോകശ്രദ്ധ നേടുന്നത്. 2021 ബുക്കർ പുരസ്കാര ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ ബെഞ്ചമിൻ ലെബറ്ററിൻ്റെ വെൻ വി സീസ് ടു അണ്ടർസ്റ്റാൻഡ് ദി വേൾഡ് എന്ന പുസ്തകത്തിലൂടെ അതിവിശിഷ്ടമായ നോൺ ഫിക്ഷൻ നോവൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ പുസ്തകം ശാസ്ത്രലോകത്തെ അട്ടിമറിച്ച ചില പ്രതിഭകളുടെ ജീവിതത്തിലൂടെയുള്ള സഞ്ചാരമാണ്. അതിലൊരാൾ പ്രസാദായിരുന്നു. വാർത്ത ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ പ്രസാദ് കാണിച്ച ആത്മഹത്യ എന്ന ബുദ്ധിമോശത്തിലൂടെ പൊട്ടാസ്യം സയനൈഡ് എന്ന മാരക വിഷത്തിൻ്റെ രുചി ആദ്യമായി ലോകമറിഞ്ഞു.